ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണ്ണിമേരി മീൻകറി. കുറച്ച് നല്ല ഉണ്ണിമേരി കിട്ടിയപ്പം വറുത്തരച്ച് ഉണ്ണിമേരി മീൻകറി വെക്കാമെന്നങ്ങ് പ്ലാനിട്ട്. അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന് അരപ്പിന് വേണ്ടിയുള്ള നമുക്ക് തേങ്ങ വറക്കാം. തേങ്ങ വറക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് കൊച്ചുള്ളിയും തേങ്ങയും കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കുക. തേങ്ങ നല്ലതുപോലെ വറുത്ത് വന്നിരിക്കുകയാണ്, നല്ല ബ്രൗണിഷ് കളറായിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഈ പൊടികളെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് ചെറു ചൂടോടൊന്ന് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. വേണ്ട, നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തേക്കുകയാണ്. ഇനി നമുക്ക് ഇത് പാകം ചെയ്യാനായിട്ടുള്ള മീൻകറി പാകം ചെയ്യാനായിട്ടുള്ള മൺചട്ടി എടുത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കാം. നമ്മൾ കുറച്ച് പിഴുപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളവും കൂടി പിഴിഞ്ഞ് നല്ലതുപോലെ അരപ്പ് നല്ലതുപോലെ കലക്കിയെടുക്കുക. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണ്ണിമേരിയുടെ കഷ്ണങ്ങൾ നമുക്ക് ഈ അരപ്പിലേക്ക് പറക്കിയിടുക. എന്നിട്ട് പച്ചമുളക് കൂടെ അരിഞ്ഞ് നല്ലപോലെ പാകത്തിന് ഉപ്പുകൂടിയിട്ട് ഇത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. അടുപ്പിൽ കിടന്ന് നല്ലതുപോലെ അരപ്പ് കിടന്ന് തിളയ്ക്കുന്ന കണ്ടില്ലേ? മീൻ കഷ്ണങ്ങളൊക്കെ കിടന്ന് തിളച്ച് മറിയുകയാണ്. ഇനി ഇതിലേക്ക് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് ആവശ്യാനുസരണം അരപ്പൊന്ന് വറ്റിച്ചെടുക്കുക. ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ. അരപ്പ് കൂടുതൽ വേണ്ടുന്നവർ കാണും, കുറച്ച് വേണ്ടുന്നവർ കാണും. അപ്പം ഓരോരുത്തരുടെ ആവശ്യാനുസരണം എടുക്കുക. എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എന്നും ഞാൻ പറയാറുള്ള കാര്യം തന്നെയാണ്. ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ഉണ്ണിമേരി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തേക്കണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.